എവരിവൺ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് ആൻഡ് മിസ് ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലേ. അപ്പോൾ മക്കളെ, ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ സയൻസ്, അതായത് ബേസിക് സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും ലാസ്റ്റ് യൂണിറ്റ് ആണ് ഡൈവേഴ്സ് ഓർഗാനിസം അല്ലെങ്കിൽ ജന്തുജാലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏതൊക്കെ ടോപ്പിക്കുകളുണ്ട് എന്നൊക്കെ നമുക്ക് വളരെ കുറഞ്ഞ സമയം കൂടെ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഒരു ഐഡിയ മിസ് പറഞ്ഞുതരാം. നമ്മൾ കുറേ ഓർഗാനിസത്തിനെ പറ്റി പഠിക്കുന്നുണ്ട്, ഇൻസെക്റ്റുകളെ പറ്റി പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫിഷിനെ പറ്റി, അതുപോലെ ബട്ടർഫ്ലൈസിനെ പറ്റി, മോത്തിനെ പറ്റി, അതുപോലെ തന്നെ നമ്മൾ റെപ്റ്റൈൽസിനെ പറ്റി, ആംഫീബിയൻസിനെ പറ്റി, അതിൻ്റെ കൂടെ തന്നെ മാമൽസിനെ പറ്റി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ തന്നെ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്, അതായത് മെറ്റമോർഫോസിസ് അല്ലെങ്കിൽ രൂപാന്തരണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ രൂപാന്തരണം എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ മെറ്റമോർഫോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് മിസ് ചോദിക്കട്ടെ, നമ്മുടെ ചുറ്റുപാടും നിങ്ങളൊന്ന് കണ്ണോടിച്ചാൽ നിങ്ങൾക്ക് ധാരാളം പുഴുക്കളെ കാണാനായിട്ട് പറ്റും. പല നിറത്തിലും പല വലുപ്പത്തിലും പല നേച്ചറിലും ഉള്ള ധാരാളം കുഞ്ഞു കുഞ്ഞു പുഴുക്കളെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ശരിക്കും ഈ പുഴുക്കളൊക്കെ എങ്ങനെയാണ് ഉണ്ടായി വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, പൂമ്പാറ്റ മുട്ടയിട്ട് വിരിഞ്ഞു വരുന്നത് ഒരു പുഴുവാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിക്കും പൂമ്പാറ്റ മാത്രമാണോ ഇങ്ങനെ പുഴുക്കളെ സൃഷ്ടിക്കുന്നതിന് പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നത്? അല്ല. നിങ്ങൾ ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം, ഇവിടെ ധാരാളം ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ആൾക്കാരൊക്കെ മുട്ടയിട്ടിട്ട് വിരിഞ്ഞു വരുന്നത് ചെറിയ ചെറിയ പുഴുക്കളാണ്. ആ പുഴുക്കളുടെ ചിത്രവും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമുക്ക് വൺ ബൈ ആയിട്ട് നോക്കാം. നമുക്ക് ഏറ്റവും ആദ്യം നമ്മുടെ ബട്ടർഫ്ലൈ എടുക്കാം. ഈ ബട്ടർഫ്ലൈ മുട്ടയിട്ടിട്ട് പുറത്തു വരുന്നതാണ് ഇവിടെ നിങ്ങൾ കാണുന്ന ഇത്തരത്തിലുള്ള ചെറിയ പുഴു എന്ന് പറയുന്നത്. ബട്ടർഫ്ലൈ മാത്രമാണോ ഇവിടെ? അല്ല. ഇവിടെ നിങ്ങൾക്ക് ഈച്ച കാണാനായിട്ട് പറ്റും. ഈച്ച മുട്ടയിട്ടിട്ട് പുറത്തു വരുന്ന എന്താണ്? ഈച്ച കുഞ്ഞുങ്ങളാണോ? അല്ല. ഇതാ ഇവിടെ കാണുന്നത് പോലെ ചെറിയ പുഴുക്കളാണ്. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വണ്ട് കാണാനായിട്ട് പറ്റും. ഈ വണ്ട് മുട്ടയിട്ടിട്ട് ഉണ്ടായിട്ട് പുറത്തു വരുന്ന എന്താണ്? വണ്ടിന്റെ കുഞ്ഞാണോ? അല്ല. ഇവിടെ കാണുന്ന പോലെയുള്ള പുഴുക്കളാണ്. ഇനി ഏറ്റവും അവസാനം താഴോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ തേനീച്ചനെ കാണാൻ പറ്റും. തേനീച്ചയും ഇതുപോലെ തന്നെ മുട്ടയിട്ടിട്ട് പുറത്തു വരുന്നത് എന്താണ്? ഇതുപോലെയുള്ള ചെറിയ ചെറിയ പുഴുക്കളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലായി, ഓരോ ജീവജാലങ്ങളും, എല്ലാം എന്നൊന്നും പറയുന്നില്ല, ചില ജീവജാലങ്ങൾ മുട്ടയിട്ടിട്ട് ആദ്യം പുറത്തോട്ട് വരുന്നത് അതിൻ്റെ മാതൃജീവിയോട് യാതൊരുവിധ സാദൃശ്യവും ഇല്ലാത്ത പുതിയ ജീവികളായിട്ടായിരിക്കും. അത് നിങ്ങളിന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ പൂമ്പാറ്റ എവിടെ കിടക്കുന്നു, പുഴു എവിടെ കിടക്കുന്നു? പൂമ്പാറ്റയുമായിട്ട് യാതൊരുവിധ രൂപസാദൃശ്യവും ഇല്ലാത്തതാണ് നമ്മുടെ പുഴു എന്ന് പറയുന്നത്. അതുപോലെ വണ്ടുമായിട്ട് യാതൊരുവിധ രൂപസാദൃശ്യവും ഇല്ലാത്തതാണ് ഇവിടെ കാണുന്ന ഈ ഒരു പുഴു എന്ന് പറയുന്നത്. ഈച്ചയുമായിട്ട് യാതൊരുവിധ സാദൃശ്യവും ഇല്ലാത്തതാണ് ഈ കാണുന്ന നമ്മുടെ പുഴു എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഈ മുട്ട വിരിഞ്ഞ് പുറത്തുണ്ടാവുന്നത് പുഴുക്കൾ തന്നെ ആവണം എന്നില്ല. നിങ്ങൾ ഇങ്ങോട്ടേക്ക് നോക്കിയേ, ഈ ഒരു ചിത്രം നോക്കിക്കേ. ഇവിടെ നിങ്ങൾക്ക് ആൻഡ് ലയൺ ലേസ്വിംഗ് എന്ന് പറയുന്ന ഒരു ജീവിനെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആ ജീവി ഇതാണ്ട് മുട്ടയിടുന്നുണ്ട്. മുട്ട വിരിഞ്ഞ് പുറത്തോട്ട് വരുന്നത് നമ്മുടെ ആൻഡ് ലയൺ ലേസ്വിംഗ് അതിനോട് രൂപസാദൃശ്യമുള്ള ആളാണോ? അല്ല. അത് മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്നതാണ് നമുക്ക് എല്ലാവർക്കും പരിചിതമായ കുഴിയാന, ആൻഡ് ലയൺ എന്ന് നമ്മൾ പറയും. ഈ കുഴിയാനയാണ് ഇതിൻ്റെ ലാർവ സ്റ്റേജിലുള്ള ആൾ. ഇനി അത് കുഴിയാനയാണ് പിന്നീട് പല ഘട്ടങ്ങളിലൂടെ രൂപമാറ്റം സംഭവിച്ചിട്ട് നമ്മുടെ ഈ ഒരു മാതൃജീവിയോട് സാദൃശ്യമുള്ളതായിട്ട് മാറുന്നത്. ഇവിടെ കുഴിയാന പിന്നീട് എന്ത് സംഭവിക്കുകയാണ്? ആ മണൽത്തരികളും അതുപോലെ തന്നെ അതിന് ശരീരത്തിൽ നിന്ന് വരുന്ന നേർത്ത നൂലൊക്കെ യൂസ് ചെയ്തിട്ട് അത് പ്യൂപ്പ സ്റ്റേജിലേക്ക് മാറും. ഈ ഒരു സ്റ്റേജിലേക്ക് മാറും. പിന്നീട് കുറച്ച് കാലം കഴിയുമ്പോഴാണ് നമുക്കിവിടെ കാണുന്ന അതിൻ്റെ മാതൃജീവിയോട് സാദൃശ്യമുള്ള രൂപമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് മെറ്റമോർഫോസിസ് എന്ന് നമുക്കൊന്ന് ഡിഫൈൻ ചെയ്താലോ? എന്താണ് രൂപാന്തരണം എന്ന് പറഞ്ഞാൽ, ചില ജീവികളിൽ അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യമുണ്ടാവില്ല. മുട്ട വിരിഞ്ഞുണ്ടാവുന്ന ലാർവ വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്ന് മാതൃജീവിയോട് സാദൃശ്യമുള്ളതായി മാറുന്നു. ഈ മാറ്റത്തെയാണ് നമ്മൾ രൂപാന്തരണം എന്ന് പറയുന്നത്. ചുരുക്കി പറയുവാണെങ്കിൽ, മുട്ട വിരിഞ്ഞുണ്ടാവുന്ന കുഞ്ഞിന് മാതൃജീവിയായിട്ട് ഒരു ബന്ധവുമില്ല. അത് പല പല ഘട്ടങ്ങളിലൂടെ മാതൃജീവിയുമായിട്ടുള്ള അങ്ങനെയുള്ള രൂപമായിട്ട് മാറുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് മെറ്റമോർഫോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി അടുത്തൊരു ഡൗട്ട് എന്ന് പറയുന്നത്, ഇതുപോലെ മുട്ട വിരിഞ്ഞുണ്ടാവുന്ന എല്ലാവരും ലാർവ സ്റ്റേജും പ്യൂപ്പ സ്റ്റേജും കടന്നിട്ടാണോ അതിൻ്റെ മാതൃജീവിയോട് സാദൃശ്യമുള്ളതായിട്ട് മാറുന്നത്? നമുക്കൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇവിടെ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? കോക്രോച്ച്.
നല്ല പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കോക്രോച്ചിനെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ കോക്രോച്ചും എന്ത് ചെയ്യുന്നുണ്ട്? മുട്ടയിടുന്നുണ്ട്. പക്ഷേ മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന എന്താണ്? ഏകദേശം നമ്മുടെ മാതൃജീവിയോട് സാദൃശ്യമുള്ള നിംഫ് എന്ന് പറയുന്ന ഒരു ആളാണ്. ഈ നിംഫ് എന്ന് പറയുന്നത് പിന്നീട് പ്യൂപ്പ സ്റ്റേജിലേക്കൊന്നും മാറുന്നില്ല. ഡയറക്റ്റ് ആയിട്ട് എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്? നമ്മുടെ ഫുൾ ഗ്രോൺ കോക്രോച്ച് ആയിട്ടാണ് മാറുന്നത്. അതായത് ഇവിടെ പ്യൂപ്പ സ്റ്റേജ് ഇല്ല എന്ന് മക്കൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. അപ്പം നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ഇതുപോലെയുള്ള കുട്ടി കുട്ടി കോൺസെപ്റ്റുകളൊക്കെ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. എങ്കിൽ മാത്രമേ ആനുവൽ എക്സാമിന് പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സെറ്റാക്കുക, പവറാക്കുക. നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ ലൈവ് ക്ലാസ്സുകളും എല്ലാ കോണ്ടന്റ് വീഡിയോസും കാണാൻ വേണ്ടി ശ്രമിക്കുക. അടിപൊളിയാക്കി പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.